എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് സർ ആർതർ കോനൻ ഡോയൽ എഴുതിയ ഷെർലക് ഹോംസ് കഥകളിലെ ദി റെഡ് ഹെഡഡ് ലീഗ്, ചെമ്പൻ മുടിക്കാരുടെ സംഘം എന്ന കുറ്റാന്വേഷണ കഥ കേൾക്കാം. ശരത്കാലത്തിലെ ഒരു ദിവസം ഞാൻ എൻ്റെ സുഹൃത്ത് ഷെർലക് ഹോംസിനെ സന്ദർശിച്ചു. അപ്പോഴദ്ദേഹം വളരെ തടിച്ച പ്രസന്നവദനായ ചെമ്പിച്ച തലമുടിയുള്ള ഒരു മധ്യവയസ്കനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കൃത്യസമയത്ത് തന്നെ നിങ്ങൾ എത്തിയിരിക്കുന്നു വാട്സൺ, അദ്ദേഹം സസ്നേഹം സ്വാഗതം ചെയ്തു. മിസ്റ്റർ വിൽസൺ, ഇദ്ദേഹം എൻ്റെ സഹപ്രവർത്തകനാണ്. കുഴപ്പം പിടിച്ച പല കേസുകളിലും എൻ്റെ സഹായിയായിരുന്നു. നിങ്ങളുടെ പ്രശ്നത്തിലും ഇദ്ദേഹത്തിൻ്റെ സേവനം വളരെ പ്രയോജനപ്രദമായിരിക്കും. ആ സ്ഥൂലകായൻ ഇരിപ്പിടത്തിൽ നിന്ന് അല്പം ഉയർന്ന് ശിരസ് നമിച്ചു. പിന്നെ കണ്ണുകൾ മിഴിച്ച് എന്നെ നോക്കി. ആ സെറ്റിയിലിരിക്കൂ, ചാരുകസേരയിൽ മലർന്നു കിടന്ന് ഹോംസ് പറഞ്ഞു. ദൈനംദിന ജീവിതത്തിലെ ആവർത്തന വിരസങ്ങളായ സംഭവങ്ങളിൽ എനിക്ക് താല്പര്യമില്ലെന്ന് ഡോക്ടർക്ക് അറിയാമല്ലോ. വിചിത്രവും വിഷമകരവുമായ പ്രശ്നങ്ങൾ എന്നെപ്പോലെ നിങ്ങൾക്കും ഇഷ്ടമാണ്. അത്തരമൊരു കേസുമായാണ് മിസ്റ്റർ വിൽസൺ വന്നിരിക്കുന്നത്. തുടർന്ന് ഹോംസ് ആഗതൻ്റെ നേർക്കുതിരിഞ്ഞു. മിസ്റ്റർ വിൽസൺ, നിങ്ങളുടെ കഥ ദയവായി ആദ്യം മുതൽക്ക് പറയുമോ? എൻ്റെ സ്നേഹിതൻ ഡോക്ടർ വാട്സൺ കേട്ടിട്ടില്ലല്ലോ. എനിക്കും വിശദവിവരങ്ങൾ ഒന്നുകൂടി കേൾക്കണമെന്നുണ്ട്. സ്ഥൂലകായനായ നമ്മുടെ കക്ഷി തെല്ലഭിമാനത്തോടെ നിവർന്നിരുന്നു. കോട്ടിൻ്റെ കീശയിൽ ചുരുട്ടിവെച്ചിരുന്ന അഴുക്കായ പഴയൊരു വർത്തമാനപത്രം പുറത്തെടുത്തു. ചുരുൾ നിവർത്തിയ പത്രം മടിയിൽ വെച്ച് കഴുത്തു നീട്ടി പരസ്യങ്ങളിലൂടെ കണ്ണോടിച്ചിരുന്ന അയാളെ ഞാൻ സൂക്ഷ്മാവലോകനം ചെയ്തു. ഒരു സാധാരണ ബ്രിട്ടീഷ് കച്ചവടക്കാരനെ പോലെ പൊങ്ങച്ചമുള്ള ഒരു തടിയൻ. ചാരനിറത്തിലുള്ള വലിയ കാലുറകളും ബട്ടണിടാത്ത കറുത്ത കോട്ടും ചാരനിറത്തിലുള്ള ഓവർകോട്ടുമായിരുന്നു വേഷം. പിച്ചളച്ചങ്ങലയിൽ കോർത്ത ലോഹത്തകിട് അയാൾ ആഭരണമായി ധരിച്ചിരുന്നു. കടുത്ത ചെമ്പൻ നിറത്തിലുള്ള തലമുടി, മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്ന അസംതൃപ്തിയും ഇച്ഛാഭംഗവും. നിങ്ങൾ ആ പരസ്യം കണ്ടെത്തിയോ മിസ്റ്റർ വിൽസൺ? ഹോംസ് ചോദിച്ചു. പത്രത്തിൻ്റെ മധ്യത്തിൽ തടിച്ച ചൂണ്ടുവിരലൂന്നി അയാൾ പറഞ്ഞു. ഇതാ ഇവിടെയുണ്ട്, ഇവിടെ. ഇതിൽ നിന്നാണ് തുടക്കം. സാർ, ഇത് താങ്കൾ തന്നെ വായിച്ചു നോക്കൂ. ഞാൻ പേപ്പർ എടുത്ത് വായിച്ചു. ഇതായിരുന്നു പരസ്യം. ആവശ്യമുണ്ട് ചെമ്പൻ മുടിക്കാരുടെ സംഘത്തിലേക്ക്. അമേരിക്കയിൽ പെൻസിൽവാനിയയിലെ പരേതനായ എസക്കിയ ഹോപ്കിൻസിൻ്റെ ഒസ്യത്തനുസരിച്ച് സംഘത്തിൽ ഒരു ഒഴിവുണ്ടായിരിക്കുന്നു. തുച്ഛമായ ജോലി, ആഴ്ചയിൽ 4 പവൻ പ്രതിഫലം. 21 തികഞ്ഞ ചെമ്പിച്ച തലമുടിയുള്ള ആരോഗ്യവും ബുദ്ധിസ്ഥിരതയുമുള്ള ആർക്കും അപേക്ഷിക്കാം. തിങ്കളാഴ്ച 11 മണിക്ക് ഫ്ലീറ്റ് സ്ട്രീറ്റിലെ പോപ്സ്കോട്ട് 7-ാം നമ്പറിൽ ഡങ്കൻ റോസിനെ നേരിട്ട് കാണുക. വിചിത്രമായ ആ പരസ്യം രണ്ടാവർത്തി വായിച്ചിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഹോംസ് അടക്കി ചിരിച്ചുകൊണ്ട് കസേരയിൽ ഇളകിയിരുന്നു. ഇതിൽ പുതുമയുണ്ട് ഇല്ലേ? അദ്ദേഹം ചോദിച്ചു. ഇനി മിസ്റ്റർ വിൽസൺ, എല്ലാം വിശദമായി പറയൂ. നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ കുടുംബത്തെപ്പറ്റിയും ഈ പരസ്യം നിങ്ങളെങ്ങനെ ബാധിച്ചുവെന്നതിനെപ്പറ്റിയുമൊക്കെ കേൾക്കട്ടെ. ഡോക്ടർ, ഈ പത്രത്തിൻ്റെ പേരും തീയതിയും കുറിച്ചെടുക്കൂ. 1890 ഏപ്രിലിലെ മോർണിംഗ് സ്റ്റാർ ആണ്. കൃത്യം 2 മാസം മുമ്പുള്ളത്. ശരി, പറയൂ മിസ്റ്റർ വിൽസൺ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് പട്ടണത്തിനടുത്ത് കോബർഗ് ജംഗ്ഷനിൽ പണ്ടം പണയത്തിന് കടം കൊടുക്കുന്ന ബിസിനസ്സുണ്ട്. ജോലിക്കാരായി ഒരാളേയുള്ളൂ. അയാൾക്ക് ശമ്പളം കൊടുക്കാനുള്ള വരുമാനം എനിക്കുണ്ട്. എന്നാൽ അയാൾക്ക് പകുതി ശമ്പളം മതി. ജോലി പഠിക്കാനുള്ള താല്പര്യം കൊണ്ടാണ്. പരോപകാരിയായ ആ ചെറുപ്പക്കാരൻ്റെ പേരെന്താണ്? ഷെർലക് ഹോംസ് ചോദിച്ചു. വിൻസെൻ്റ് സ്പാൾഡിംഗ്. ആളത്ര ചെറുപ്പമൊന്നുമല്ല. വിശേഷവിധിയായി വല്ലതും അയാളിലുണ്ടോ? ഹോംസ് ചോദിച്ചു. കുറ്റങ്ങൾ ഇല്ലെന്നില്ല. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്താണ്. അതുമാത്രമേ ഉള്ളൂ തകരാറ്. വേറെ കുഴപ്പമൊന്നുമില്ല. ജോലിയിൽ സമർത്ഥൻ. അയാൾ ഇപ്പോഴും കൂടെയുണ്ടോ? ഉണ്ട്. പിന്നെ അടിച്ചു വാരാനും
പാചകത്തിൽ സഹായിക്കാനുമായി 14 വയസ്സുള്ള ഒരു പെൺകുട്ടി കൂടിയുണ്ട്. ഞാനൊരു വിഭാര്യനാണ്. കുടുംബത്തിൽ മറ്റാരുമില്ല. അങ്ങനെ 3 പേരും ഒരു കൂരയ്ക്ക് താഴെ കഴിയുന്നു. ഈ പരസ്യത്തിൽ നിന്നാണ് കുഴപ്പം തുടങ്ങിയത്. 8 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു ദിവസം സ്പാൾഡിംഗ് ഈ പേപ്പറുമായി ഓടി വന്ന് പറഞ്ഞു, മിസ്റ്റർ വിൽസൺ, എൻ്റെ തലമുടി ചെമ്പിച്ചതായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. അതെന്താ? ഞാൻ ചോദിച്ചു. എന്താന്നോ, ഇതാ ഈ ചെമ്പൻമുടിക്കാരുടെ സംഘത്തിൽ വീണ്ടും ഒരു ഒഴിവുകൂടി ഉണ്ടെന്ന്. നിയമനം കിട്ടുന്നവർ ഭാഗ്യവാൻ തന്നെ. വാസ്തവത്തിൽ ഒഴിവുകൾ അധികം, അപേക്ഷകർ കുറവ്. പണം എങ്ങനെ ചെലവഴിക്കണമെന്നറിയാതെ ട്രസ്റ്റികൾ വിഷമിക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. താൻ എന്താണ് പറയുന്നത്? ഞാൻ ചോദിച്ചു. ചെമ്പൻമുടിക്കാരുടെ സംഘത്തെപ്പറ്റി കേട്ടിട്ടില്ല? അയാൾ ആശ്ചര്യപ്പെട്ടു. ഞാൻ കേട്ടിട്ടില്ല. അത് അത്ഭുതമായിരിക്കുന്നു. നിയമനം ലഭിക്കാനുള്ള എല്ലാ യോഗ്യതകളും താങ്കൾക്കുണ്ട്. അതുകൊണ്ട് എന്തു പ്രയോജനമുണ്ടാകും? ഞാൻ ആരാഞ്ഞു. ഓ, കൊല്ലത്തിൽ 200 പവൻ മാത്രം. പക്ഷേ ജോലി വളരെ നിസ്സാരം. ഇപ്പോഴത്തെ ജോലിക്ക് തടസ്സമുണ്ടാകാതെ നോക്കാവുന്നതേയുള്ളൂ. എൻ്റെ അപ്പോഴത്തെ മനോഭാവം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ബിസിനസ് പൊതുവേ മോശം. 200 പവൻ്റെ അധിക വരുമാനം തീർച്ചയായും വലിയ കാര്യമാണ്. എന്തൊക്കെയാണ് നിബന്ധനകൾ? കേൾക്കട്ടെ. ഞാൻ ശ്രദ്ധാലുവായി. പരസ്യം എന്നെ കാണിച്ചിട്ട് അയാൾ പറഞ്ഞു, എഷക്കിയ ഹോക്കിൻസ് എന്നു പേരായ ഒരു അമേരിക്കൻ കോടീശ്വരൻ സ്ഥാപിച്ചതാണ് സംഘം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അയാളും ഒരു ചെമ്പൻമുടിക്കാരനായിരുന്നു അത്രേ. ചെമ്പൻമുടിക്കാരോട് അയാൾക്ക് അനുകമ്പയായിരുന്നു. അയാൾ മരിച്ചപ്പോൾ വമ്പിച്ച സ്വത്ത് ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാക്കി ചെമ്പൻമുടിക്കാരെ സഹായിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു. തീരെ കുറച്ച് ജോലിക്ക് വളരെ പ്രതിഫലം കൊടുക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ലക്ഷക്കണക്കിന് ചെമ്പൻമുടിക്കാർ വേറെയും കാണുമല്ലോ. അവരൊക്കെ അപേക്ഷിച്ചാലോ? ഞാൻ സംശയം പ്രകടിപ്പിച്ചു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്രയധികമൊന്നുമില്ല. സ്പാൾഡിങ്ങിൻ്റെ മറുപടി. ഈ പരസ്യം ലണ്ടൻ നിവാസികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് മിസ്റ്റർ വിൽസൺ, താങ്കൾക്ക് താല്പര്യമുള്ള പക്ഷം നേരെ അങ്ങ് കയറി ചെല്ലുകയേ വേണ്ടൂ. എൻ്റെ തലമുടിയുടെ നിറത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. താങ്കൾ കാണുന്നില്ലേ, ഒന്നാന്തരം ചെമ്പൻമുടി തന്നെ. എനിക്ക് തന്നെ നിയമനം കിട്ടുമെന്ന കാര്യത്തിൽ സ്പാൾഡിങ്ങിന് സംശയമേ ഇല്ല. അയാൾക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്ന് തോന്നിയതുകൊണ്ട് കട അടച്ചുപൂട്ടി എന്നോടൊപ്പം പോരാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ 2 പേരും പരസ്യത്തിൽ പറഞ്ഞിരുന്ന മേൽവിലാസം അന്വേഷിച്ചിറങ്ങി. ഫ്ലീറ്റ് സ്ട്രീറ്റിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച മറക്കാനൊക്കുകയില്ല. എവിടെ തിരിഞ്ഞു നോക്കിയാലും ചെമ്പൻതലകൾ തന്നെ. എന്നാൽ ഞങ്ങൾ മുന്നോട്ടുള്ള നിരയിലകപ്പെട്ട് തിക്കിത്തിരക്കി ഓഫീസിനകത്തെത്തി. ഓഫീസിൽ വിശേഷിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. 2 തടിക്കസേരകളും വീഞ്ഞപ്പലകയുടെ ഒരു മേശയും മാത്രം. മേശയ്ക്ക് പിറകിൽ ഒരു കൂർത്ത മനുഷ്യൻ ഇരുന്നിരുന്നു. ഓരോ അപേക്ഷകനോടും അയാൾ 4-5 വാക്ക് സംസാരിക്കും. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അയാളെ പറഞ്ഞയക്കും. എൻ്റെ മുറിയായപ്പോൾ അയാൾ കുറെ കൂടി തൃപ്തനായതുപോലെ തോന്നി. ഞങ്ങളെ മുറിക്കകത്താക്കി അയാൾ വാതിലടച്ചു. ഇത് മിസ്റ്റർ ജാബേസ് വിൽസൺ, നിങ്ങളുടെ ഒഴിവിലേക്ക് ഒരു അപേക്ഷകനാണ്. എൻ്റെ അസിസ്റ്റൻ്റ് പരിചയപ്പെടുത്തി. ഞങ്ങൾക്ക് തികച്ചും യോജിച്ച വ്യക്തി തന്നെ, അയാൾ പറഞ്ഞു. കൂടുതൽ മെച്ചമായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അയാൾ എണീറ്റ് തല ഒരു വശത്തേക്ക് ചരിച്ച് എൻ്റെ ശിരസിനെ തന്നെ കുറേ നേരം നോക്കിക്കൊണ്ട് നിന്നു. പെട്ടെന്ന് മുന്നോട്ട് ചാടി എൻ്റെ കൈ പിടിച്ചു കുലുക്കി. അയാൾ എന്നെ അഭിനന്ദിച്ചു. മുൻകരുതലെടുക്കുന്നതിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് 2 കൈകൊണ്ടും എൻ്റെ തലമുടി ശക്തിയായി പിടിച്ചു വലിച്ചു. വേദന കൊണ്ട് ഞാൻ നിലവിളിച്ചു പോയി. അയാൾ ജനാലയ്ക്കരികെ ചെന്ന് നിയമനം നടന്നു കഴിഞ്ഞതായി ആൾക്കൂട്ടത്തെ അറിയിച്ചു. നിരാശയുടേതായ ഒരു ആക്രന്ദനം അവിടെ ഉയർന്നു. ക്രമേണ എല്ലാവരും പിരിഞ്ഞുപോയി. ഞാനാണ് മിസ്റ്റർ ഡങ്കൻ റോസ്, മാനേജർ സ്വയം പരിചയപ്പെടുത്തി. മിസ്റ്റർ വിൽസൺ, നിങ്ങൾ വിവാഹിതനാണോ? കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? എൻ്റെ മറുപടി കേട്ട് അയാളുടെ മുഖം വാടി. അത് വളരെ കഷ്ടമായിപ്പോയി. ചെമ്പൻമുടിക്കാരുടെ വംശവർദ്ധനയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ വിഭാര്യനാണെന്നത് ഭാഗ്യദോഷമായിപ്പോയി. തെല്ലുനേരം ആലോചിച്ചു നിന്നിട്ട് അയാൾ പറഞ്ഞു, സാരമില്ല, ശരിയാക്കാം. പുതിയ ജോലിയിൽ എന്നു മുതൽ പ്രവേശിക്കാം? ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ ഞാനൊരു ബിസിനസ് ചെയ്യുകയാണ്, ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട മിസ്റ്റർ വിൽസൺ, സ്പാൾഡിംഗ് ആശ്വസിപ്പിച്ചു. അത് ഞാൻ നോക്കിക്കൊള്ളാം. എപ്പോഴാണ് ജോലി സമയം? ഞാൻ ചോദിച്ചു.
10 മുതൽ 2 വരെ. ശരി, എനിക്ക് സമ്മതം തന്നെ, ഞാൻ പറഞ്ഞു. ശമ്പളം? ആഴ്ചയിൽ 4 പവൻ. ജോലി എന്താണ്? ഓഫീസ് മുറിയിൽ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിനുള്ളിൽ സദാസമയവും ഉണ്ടായിരിക്കണം. അക്കാര്യത്തിൽ ഉസ്തത്തിലെ നിബന്ധന കർക്കശമാണ്. 10നും 2നും ഇടയ്ക്ക് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിയമന വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നർത്ഥം. 4 മണിക്കൂർ തന്നെയല്ലോ, ഞാൻ പുറത്തിറങ്ങുകയില്ല. യാതൊരു ഒഴിവുകഴിവും പാടില്ല, ഡങ്കൻ റോസ് പറഞ്ഞു. സുഖക്കേടെന്നോ വ്യക്തിപരമായ മറ്റു കാര്യങ്ങളെന്നോ ഒന്നും. ജോലി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പകർത്തി എഴുതണം. ആദ്യത്തെ വാല്യം അവിടെ തന്നെയുണ്ട്. മഷിയും പേനയും കൊണ്ടുവരണം. ഈ മേശയും കസേരയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നാളെ തന്നെ തുടങ്ങാമോ? തീർച്ചയായും, ഞാൻ പറഞ്ഞു. അദ്ദേഹം ഞങ്ങൾക്ക് യാത്രാനുമതി നൽകി. ഞാൻ അതീവ സന്തുഷ്ടനായിരുന്നു. എന്തു പറയണമെന്നോ എന്തു ചെയ്യണമെന്നോ അറിയാതെ എൻ്റെ ഭാഗ്യത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് അസിസ്റ്റൻറ്റിനോടൊപ്പം ഞാൻ മടങ്ങി. അന്ന് പകൽ മുഴുവൻ ഞാൻ ഇക്കാര്യം തന്നെ ചിന്തിച്ച് കഴിച്ചുകൂട്ടി. വൈകുന്നേരമായപ്പോൾ എൻ്റെ ഉത്സാഹം മന്ദീഭവിച്ചു. കഴിഞ്ഞതെല്ലാം ഏതോ കളിയാക്കലിൻ്റെയോ തട്ടിപ്പിൻ്റെയോ ഭാഗമല്ലേ എന്ന് ഞാൻ സംശയിച്ചു. എൻസൈക്ലോപീഡിയ പകർത്തിയെഴുതുക എന്ന സാധാരണ ജോലിക്ക് വേണ്ടി ഒരു വലിയ തുക ചെലവാക്കണമെന്ന് ആരെങ്കിലും മരണപത്രത്തിൽ വ്യവസ്ഥ ചെയ്യുമോ? എല്ലാം തട്ടിപ്പാണെന്ന ബോധത്തോടെ ഞാൻ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്നു രാവിലെ എന്തായാലും കുറച്ച് മഷിയും ഒരു പേനയുമായി ഞാൻ പോപ്സ്കോട്ടിൽ പോയി. എൻ്റെ സന്തോഷത്തിനതിരില്ലായിരുന്നു. പറഞ്ഞതുപോലെ എല്ലാം തയ്യാർ. മിസ്റ്റർ ഡങ്കൻ റോസ് അവിടെയുണ്ടായിരുന്നു. മേശയും കസേരയും റെഡി. എ എന്ന അക്ഷരത്തിൽ തുടങ്ങാൻ പറഞ്ഞിട്ട് അയാൾ പോയി. ഇടയ്ക്കിടയ്ക്ക് അയാൾ വന്ന് എൻ്റെ ജോലിയെ ശ്രദ്ധിച്ചിരുന്നു. 2 മണിക്ക് ഞാൻ ചെയ്ത ജോലിയിൽ സംതൃപ്തി പ്രകടിപ്പിക്കുകയും എന്നെ പോകാൻ അനുവദിക്കുകയും ചെയ്തു. എൻ്റെ പിന്നാലെ ഓഫീസ് അടച്ചുപൂട്ടി മാനേജറും പുറത്തിറങ്ങി. ഈ രീതിയിൽ ദിവസങ്ങൾ നീങ്ങി. ശനിയാഴ്ച മാനേജർ എനിക്ക് ഒരാഴ്ചത്തെ ശമ്പളം 4 പവൻ നാണയങ്ങൾ നൽകി. അടുത്തയാഴ്ചയും അതിനടുത്തയാഴ്ചയും ഇതാവർത്തിച്ചു. എന്നും രാവിലെ 10-ന് ഞാനവിടെ ചെല്ലും. ഉച്ചയ്ക്ക് 2 മണിക്ക് മടങ്ങിപ്പോരും. ക്രമേണ മിസ്റ്റർ ഡങ്കൻ റോസ് ദിവസത്തിൽ 1 പ്രാവശ്യമേ ഓഫീസിൽ വരൂ എന്നായി. പിന്നെ തീരെ വരാതായി. എങ്കിലും ഒരു നിമിഷ നേരത്തേക്ക് പോലും ഓഫീസിന് പുറത്തിറങ്ങാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല. എപ്പോഴാണ് അയാൾ കയറി വരികയെന്ന് അറിഞ്ഞുകൂടല്ലോ. തരക്കേടില്ലാത്ത ശമ്പളം, അത് നഷ്ടപ്പെടുത്തിക്കൂടാ. ഇങ്ങനെ 8 ആഴ്ച കഴിഞ്ഞുപോയി. എയിൽ തുടങ്ങുന്ന വാക്കുകൾ ഏതാണ്ട് അവസാനിക്കാറായി. ഞാൻ എഴുതിയ കടലാസുകൾ കൊണ്ട് ഒരു ഷെൽഫ് നിറഞ്ഞു. അപ്പോഴിതാ പൊടുന്നനെ എല്ലാം അവസാനിച്ചു. അവസാനിച്ചു? അതെ സാർ. ഇന്നു രാവിലെ പതിവ് പോലെ 10 മണിക്ക് ഞാൻ ഓഫീസിൽ പോയി. വാതിൽ അടച്ചുപൂട്ടിയിരുന്നു. ഒരു കാർഡ്ബോർഡ് കഷ്ണത്തിൽ ഒരു വരി എഴുതി അവിടെ തൂക്കിയിട്ടിരുന്നു. ഞാനത് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ നോക്കൂ. ഒരു നോട്ട്ബുക്കിൻ്റെ വലിപ്പത്തിലുള്ള ഒരു കട്ടിക്കടലാസിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ചെമ്പൻ മുടിക്കാരുടെ സംഘം പിരിച്ചുവിട്ടിരിക്കുന്നു. 1890 ഒക്ടോബർ 9. ഷെർലക് ഹോംസും ഞാനും ആ അറിയിപ്പിനെയും അതിൻ്റെ പിന്നിലുള്ള ശോകാകുലമായ മുഖത്തെയും മാറി മാറി നോക്കി. ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. ഇതിൽ ചിരിക്കാൻ എന്തിരിക്കുന്നു? ഞങ്ങളുടെ കക്ഷിക്ക് ദേഷ്യം വന്നു. ഞാൻ വേറെ എവിടെയെങ്കിലും പോകാം. എഴുന്നേൽക്കാൻ തുടങ്ങിയ അയാളെ പിടിച്ചിരുത്തിയിട്ട് ഹോംസ് പറഞ്ഞു: പാടില്ല, എന്തായാലും ഞാൻ ഈ കേസ് ഉപേക്ഷിക്കുകയില്ല. തികച്ചും അസാധാരണമായ ഒന്നാണല്ലോ. വാതിലിൽ ഈ നോട്ടീസ് കണ്ടപ്പോൾ നിങ്ങളെന്ത് ചെയ്തു? ഞാൻ ഞെട്ടിപ്പോയി സർ. എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ചുറ്റുമുള്ള മറ്റു ഓഫീസുകളിൽ ഞാൻ തിരക്കി. അവർക്കാർക്കും ഒരു വിവരവും അറിയില്ല. ഞാൻ കെട്ടിടമുടമയോട് ചെമ്പൻമുടി സംഘത്തെപ്പറ്റി അന്വേഷിച്ചു. അയാൾ അപ്രകാരം ഒന്നിനെക്കുറിച്ച് കേട്ടിട്ടേയില്ല. മിസ്റ്റർ ഡങ്കൻ റോസ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആ പേര് പോലും അയാൾ കേട്ടിട്ടില്ലത്രേ. 4-ാം നമ്പറിൽ താമസിച്ചിരുന്ന ആളെവിടെ? ഞാൻ ചോദിച്ചു. ആ ചെമ്പൻമുടിക്കാരനല്ലേ? അതെ. ഓ, അയാളോ? അയാളുടെ പേര് വില്യം മോറിസ് എന്നാണ്. അയാൾ ഒരു വക്കീലാണ്. സ്ഥിരമായി ഓഫീസ് ഉണ്ടാകുന്നത് വരെ തൽക്കാലത്തേക്ക് ഇവിടെ താമസിക്കുകയായിരുന്നു. ഇന്നലെ അയാൾ വീടൊഴിഞ്ഞു പോയി. എങ്ങോട്ടാണ് പോയതെന്നറിയാമോ? അയാളുടെ പുതിയ ഓഫീസ് മേൽവിലാസം തന്നിട്ടുണ്ട്. നമ്പർ 17 കിങ് എഡ്വേർഡ് സ്ട്രീറ്റ്, സെൻറ്റ് പോൾസിന് സമീപം. ഞാൻ നേരെ അവിടേക്ക് പോയി. പക്ഷേ ആ മേൽവിലാസം വേറെ ഒരാളുടേതായിരുന്നു. വില്യം മോറിസിനെക്കുറിച്ചോ ഡങ്കൻ റോസിനെക്കുറിച്ചോ അവരാരും കേട്ടിട്ടില്ല. പിന്നീട് നിങ്ങളെന്തു ചെയ്തു? ഹോംസ് ചോദിച്ചു.
ഞാൻ വീട്ടിൽ മടങ്ങിയെത്തി എൻ്റെ അസിസ്റ്റൻറ്റിനോട് ആലോചിച്ചു. അയാൾക്ക് ഒന്നും പറയാനില്ല. ഒരുപക്ഷെ പോസ്റ്റ് വഴി വിശദമായ നിർദ്ദേശം കിട്ടിയേക്കും എന്നാണ് അയാളുടെ അഭിപ്രായം. ഇത്രയും നല്ല ഒരു ആദായമാർഗം വെറുതെ അങ്ങ് ഉപേക്ഷിക്കാനും മനസ്സ് വരുന്നില്ല. പാവങ്ങളെ സഹായിക്കാൻ താങ്കൾ സന്മനസ്സു കാണിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മിസ്റ്റർ ഹോംസ്. അതാണ് നേരെ ഇങ്ങോട്ട് പോന്നത്. ഹോംസ് പറഞ്ഞു. നിങ്ങളുടെ കേസ് അനിതര സാധാരണമാണ്. അത് അന്വേഷിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്, ഹോംസ് തുടർന്നു. പക്ഷേ വ്യക്തിപരമായി നിങ്ങൾക്ക് സംഘത്തിൻ്റെ പേരിൽ പരാതിക്ക് അവകാശമില്ല. നേരെ മറിച്ച് 30 പവൻ്റെ സമ്പാദ്യമാണ് ഉണ്ടായിട്ടുള്ളത്. എയിൽ തുടങ്ങുന്ന എല്ലാ വാക്കുകളെക്കുറിച്ചും നേടിയ അറിവ് വേറെയും. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം തീരെയില്ല. ഇല്ല സർ, പക്ഷേ എനിക്കതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാം. ആദ്യമായി 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. നിങ്ങളുടെ ജോലിക്കാരനില്ലേ, പരസ്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചയാൾ? അയാൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഉദ്ദേശം 6 മാസം മുമ്പ്. അയാൾ നിങ്ങളെ സമീപിച്ചതെങ്ങനെയാണ്? ഒരാളെ ആവശ്യമുണ്ടെന്ന് ഞാൻ പരസ്യം ചെയ്തിരുന്നു. അപേക്ഷകനായി അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, 1 ഡസൻ പേരുണ്ടായിരുന്നു. അയാളെ തന്നെ നിയമിക്കാൻ കാരണം? അയാൾക്ക് ശമ്പളം കുറച്ച് മതി. വിൻസെൻ്റ് സ്പാർഡിങ് കാഴ്ചയിൽ എങ്ങനെയാണ്? പൊക്കം കുറഞ്ഞ് ഉറച്ച ശരീരം, നല്ല വേഗത്തിൽ ജോലി ചെയ്യും. മുഖത്ത് രോമമില്ല. പ്രായം 30-ൽ കുറയില്ല. നെറ്റിയിൽ ആസിഡ് വീണ് പൊള്ളിയതുപോലെ ഒരു വെളുത്ത തഴമ്പുണ്ട്. ഹോംസ് ദീർഘനിശ്വാസത്തോടെ ചാരിയിരുന്ന് ചിന്തയിൽ മുഴുകി. അല്പം കഴിഞ്ഞ് ചോദിച്ചു. അയാൾ ഇപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടോ? ഉണ്ട്. ഞാൻ വരുമ്പോഴും അയാൾ അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും മതി മിസ്റ്റർ വിൽസൺ. 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ എൻ്റെ അഭിപ്രായം അറിയിക്കാം. ഇന്ന് ശനിയാഴ്ചയാണല്ലോ. തിങ്കളാഴ്ചയോടെ നമുക്കൊരു തീരുമാനത്തിലെത്താം. ഞങ്ങളുടെ സന്ദർശകൻ പോയി കഴിഞ്ഞ് ഹോംസ് എന്നോട് ചോദിച്ചു. വാട്സൺ, നിങ്ങൾക്കെന്ത് തോന്നുന്നു? എനിക്കൊന്നും തോന്നുന്നില്ല, ഞാൻ തുറന്നു പറഞ്ഞു. അങ്ങേയറ്റം നിഗൂഢമായ എന്തോ ആണ്. സെൻറ്റ് ജെയിംസ് ഹാളിൽ വൈകുന്നേരം ഒരു കച്ചേരിയുണ്ട്. വാട്സൺ എന്തു പറയുന്നു? എനിക്കപ്പോൾ വലിയ ജോലി തിരക്കില്ല. പ്രാക്ടീസ് പൊതുവെ കുറവാണ്. എന്നാൽ തൊപ്പിയെടുക്കൂ, നമുക്കിറങ്ങാം. ആദ്യം നഗരത്തിലേക്ക്. വഴിക്ക് വല്ലതും കഴിക്കാം. ആൻഡേഴ്സ് ഗേറ്റ് വരെ ഭൂഗർഭത്തിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു. അവിടെ നിന്ന് കുറച്ച് നടന്നപ്പോൾ രാവിലെ വിവരിച്ചു കേട്ട കഥയിലെ രംഗമായ സാക്സ്കോർബ് ജംഗ്ഷനിലെത്തി. ഇഷ്ടിക കൊണ്ട് പണിത 2 നിലയിലുള്ള 4 വരി കെട്ടിടങ്ങൾ തെരുവിൻ്റെ ഇരുവശവും നിരന്നു നിന്നിരുന്നു. ഇടുങ്ങിയ വൃത്തി കുറഞ്ഞ ആ തെരുവിൻ്റെ ഒരരികിൽ കുറേ മുൾച്ചെടികൾ പടർന്നു പന്തലിച്ചിരുന്നു. ആകപ്പാടെ സുഖകരമല്ലാത്ത ഒരന്തരീക്ഷം. മൂലയിലൊരു വീടിൻ്റെ ചുമരിൽ പതിച്ചിരുന്ന ജാബേസ് വിൽസൺ എന്ന ബോർഡ് നമ്മുടെ ചെമ്പൻമുടിക്കാരൻ കക്ഷിയുടെ ബിസിനസ് സ്ഥാപനമാണതെന്ന് വിളിച്ചറിയിച്ചു. അവിടെയുള്ള ഓരോ ഭവനവും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിന് വിധേയമായി. അവസാനം പണ്ടം പണയക്കാരൻ്റെ വീടിന് മുന്നിൽ ഫുട്പാത്തിൽ ഊന്നുവടി കൊണ്ട് 2-3 പ്രാവശ്യം ശക്തിയായി മുട്ടിനോക്കി. പിന്നെ വാതിലിൽ തട്ടി. അടുത്ത ക്ഷണം ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ വാതിൽ തുറന്ന് അകത്തേക്ക് ക്ഷണിച്ചു. നന്ദി, ഹോംസ് പറഞ്ഞു. സ്റ്റാൻഡിലേക്കുള്ള വഴി ഏതാണ്? വലതുവശത്ത് 3-ാമത്തെ തെരുവിൽ ചെന്ന് ഇടത്തോട്ട് നടന്നാൽ 4-ാമത്തെ തെരുവിലാണ്, മറുപടി പറഞ്ഞിട്ട് അയാൾ വാതിലടച്ചു. മിടുക്കൻ, തിരിഞ്ഞു നടക്കുമ്പോൾ ഹോംസ് പറഞ്ഞു. മിസ്റ്റർ വിൽസന്റെ അസിസ്റ്റന്റ് ചെമ്പൻമുടിക്കാരുടെ സംഘത്തെ സംബന്ധിച്ച പ്രശ്നത്തിൽ ഒരു പ്രബലനായ കണ്ണിയാണെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു. അയാളെ നേരിൽ കാണാൻ വേണ്ടിയാണ് താങ്കൾ വഴി ചോദിക്കാനെന്ന ഭാവത്തിൽ തട്ടി വിളിച്ചത് അല്ലേ? അയാളെ കാണാനല്ല. പിന്നെ? അയാളുടെ കാലുറയുടെ മുട്ടുകൾ കാണാൻ. എന്നിട്ടെന്തു കണ്ടു? ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ കണ്ടു. ഫുട്പാത്തിൽ ഇടിച്ചു നോക്കിയതെന്തിനാണ്? എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ, ഇത് നിരീക്ഷണത്തിനുള്ള സമയമാണ്, സംസാരിക്കാനുള്ളതല്ല. ശത്രുരാജ്യത്തിനുള്ളിലെ ചാരന്മാരാണ് നമ്മൾ. സാക്സ്കോർബ് ജംഗ്ഷനിലെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഭാഗങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കണം. സാക്സ്കോർബ് ജംഗ്ഷനപ്പുറം ഞങ്ങൾ കണ്ട കാഴ്ച തികച്ചും വ്യത്യസ്തമായിരുന്നു. അത് നഗരത്തിൻ്റെ ഒരു പ്രധാന സ്ഥിരാകേന്ദ്രം തന്നെ. വടക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള ഗതാഗതം നടന്നിരുന്ന പ്രധാന രാജപാതയും
കാൽനടക്കാർ തിങ്ങി നിറഞ്ഞു പോയിക്കൊണ്ടിരുന്ന നടപ്പാതകളും ഷോപ്പിംഗ് സെൻ്ററുകളും ബിസിനസ് കേന്ദ്രങ്ങളുമൊക്കെ അവിടെ കാണപ്പെട്ടു. ശരി ഡോക്ടർ, നമ്മുടെ പണി അവസാനിച്ചു. ഇനി വിനോദം. അല്പം വല്ലതും തിന്ന് ഒരു കപ്പ് കാപ്പി കുടിക്കണം. എന്നിട്ട് നേരെ സംഗീത കച്ചേരിക്ക്, ഹോംസ് പറഞ്ഞു. എൻ്റെ സുഹൃത്ത് ഒരു നല്ല സംഗീതജ്ഞനാണ്. വയലിൻ വായിക്കുന്നതിൽ മാത്രമല്ല, ട്യൂണുകൾ കമ്പോസ് ചെയ്യുന്നതിലും അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. ആ സായന്തനം മുഴുവൻ അദ്ദേഹം സംഗീതത്തിൽ ലയിച്ച് ഇടയ്ക്കിടെ നീണ്ട വിരലുകൾ കൊണ്ട് താളം പിടിച്ച് സന്തോഷത്തിൽ ആറാടിയിരുന്നു. ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഹോംസ് പറഞ്ഞു, ഒരു വലിയ കുറ്റകൃത്യം നടക്കാൻ പോകുന്നു. ഇന്നു ശനിയാഴ്ചയായത് കുഴപ്പം വർദ്ധിപ്പിക്കുന്നു. ഇന്നു രാത്രി എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. 10 മണിക്ക് ഞാൻ ബേക്കർ സ്ട്രീറ്റിൽ വരാം. വളരെ നല്ലത്. അപകടത്തിനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ആർമി റിവോൾവർ കൂടി പോക്കറ്റിൽ കരുതിക്കൊള്ളൂ. കൈ ഉയർത്തി വീശിയിട്ട് ഹോംസ് തിരിഞ്ഞു നടന്ന് ആൾക്കൂട്ടത്തിൽ മറഞ്ഞു. ഇന്നു രാത്രി എവിടേക്കാണ് പോകുന്നത്? പണ്ടംപണയക്കാരൻ്റെ സഹായിയായ സുമുഖൻ ഒരു ഭയങ്കരനാണെന്ന് ഹോംസ് സൂചിപ്പിച്ചിരുന്നു. അത് ഞാൻ അപഗ്രഥിക്കാൻ ശ്രമിച്ചു. രാത്രി ഇവയ്ക്കെല്ലാം വിശദീകരണം ലഭിക്കുമല്ലോ എന്നോർത്ത് മനസ്സിനെ ശാന്തമാക്കി. പറഞ്ഞിരുന്നതുപോലെ 10 മണിയോടുകൂടി ബേക്കർ സ്ട്രീറ്റിലെത്തി. നടയിൽ 2 കുതിരവണ്ടികൾ നിൽപ്പുണ്ടായിരുന്നു. പടി കയറുമ്പോൾ തന്നെ മുകളിൽ ഉറക്കെയുള്ള സംസാരം കേട്ടു. ഹോംസിൻ്റെ മുറിയിൽ ചെന്നപ്പോൾ അദ്ദേഹം വേറെ 2 പേരുമായി സജീവമായ ചർച്ചയിലാണ്. അവരിലൊരാളെ ഞാൻ തിരിച്ചറിഞ്ഞു. പോലീസിലെ ഡിറ്റക്റ്റീവായ പീറ്റർ ജോൺസ് ആയിരുന്നു അത്. അപരൻ നീണ്ടു മെലിഞ്ഞ് വില കൂടിയ കോട്ടും തിളങ്ങുന്ന തൊപ്പിയും ധരിച്ചിരുന്നയാൾ. ആ, നമ്മുടെ അംഗസംഖ്യ പൂർണ്ണമായി. കോട്ടിൻ്റെ ബട്ടണുകളിട്ട് ഊന്നുവടി കയ്യിലെടുത്ത് ഹോംസ് പറഞ്ഞു. വാട്സൺ, സ്കോട്ട്ലൻഡ് യാർഡിലെ മിസ്റ്റർ ജോൺസിനെ നിങ്ങൾക്കറിയാമല്ലോ. ഇത് മിസ്റ്റർ മെരിവദർ, ഇന്നു രാത്രിയിലെ സാഹസികയാത്രയിൽ നമ്മുടെ കൂട്ടുകാരൻ. ഇന്നത്തെ ദൗത്യം കൂടുതൽ രസകരമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു, ഹോംസ് പറഞ്ഞു. 30,000 പവനാണ് ഇന്നത്തെ കളിയിൽ പന്തയം കെട്ടിയിട്ടുള്ളത്. ജോൺസ്, വളരെ കാലമായി നിങ്ങൾക്ക് പിടികിട്ടേണ്ടുന്ന ഒരു പുള്ളിയെ ഇന്ന് വലയിലാക്കാം. കള്ളൻ, കൊലപാതകി, തട്ടിപ്പുകാരൻ, ഇതെല്ലാമാണ് ജോൺട്ട്ലെ. ആൾ ചെറുപ്പമാണ് മെരിവദർ, പക്ഷേ തൊഴിലിൽ വിരുദ്ധൻ. ലണ്ടനിലെ മറ്റേതു ക്രിമിനൽ പുള്ളിയേക്കാളും അവനൊരുത്തൻ അകത്തായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നു രാത്രി അയാളെ പരിചയപ്പെടാനുള്ള സുവർണാവസരം കൈവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോൺ ക്ലേയുമായി ഞാനും 1-2 തവണ ചില്ലറ ഏറ്റുമുട്ടലുകൾ നടത്തിയിട്ടുണ്ട്. തൻ്റെ തൊഴിലിൻ്റെ തലപ്പത്താണയാൾ എന്നതിൽ സംശയമില്ല. മണി 10 കഴിഞ്ഞു. ഉടൻ പുറപ്പെടണം. നിങ്ങൾ 2 പേരും മുമ്പിലത്തെ വണ്ടിയിൽ കയറൂ. വാട്സണും ഞാനും രണ്ടാമത്തേതിൽ പിറകെ വരാം. വണ്ടിയിൽ വെച്ച് ഷെർലോക്ക് ഹോംസ് പറഞ്ഞു. ഈ മെരിവദർ ഒരു ബാങ്ക് ഡയറക്ടറാണ്. വ്യക്തിപരമായി അയാൾക്കിതിൽ താല്പര്യമുണ്ട്. ജോൺസ് കൂടി ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അയാളെക്കുറിച്ച് പറയാനുള്ള ഒരു നല്ല കാര്യം ഇഷ്ടന് ധൈര്യമുണ്ടെന്നതാണ്. ഉടുമ്പിനെ പോലെ പിടിച്ചാൽ വിടുകയില്ല. ഇതാ അവർ നമ്മെ കാത്തു നിൽക്കുന്നു. രാവിലെ ഞങ്ങൾ കണ്ട ജനനിബിഡമായ രാജപാതയായിരുന്നു അത്. വണ്ടികളെ പറഞ്ഞയച്ചിട്ട് മിസ്റ്റർ മെരിവദറിൻ്റെ പിന്നാലെ ഒരു ഊടുവഴിയിലൂടെ നടന്ന് ഒരു വാതിൽ തുറന്ന് ഞങ്ങൾ അകത്ത് പ്രവേശിച്ചു. ഇടുങ്ങിയ ഒരു ഇടനാഴിയായിരുന്നു അത്. അതിൻ്റെ അവസാനം കട്ടിയുള്ള ഇരുമ്പുവാതിൽ കണ്ടു. മെരിവദർ വാതിൽ തുറന്നു. വളഞ്ഞു പുളഞ്ഞു പോകുന്ന കുറേ കൽപ്പടികൾ ഇറങ്ങി വേറൊരു കവാടത്തിലെത്തി. മെരിവദർ ഒരു വിളക്ക് കത്തിച്ചു. വീണ്ടും മണ്ണിൻ്റെ മണമുള്ള ഇരുണ്ട വഴിയിലൂടെ നടന്ന് 3-മതൊരു വാതിൽ കടന്ന് ഒരു വലിയ അറയ്ക്കുള്ളിലെത്തി. അവിടെ അനേകം വലിയ പെട്ടികൾ അടുക്കി വെച്ചിരുന്നു. ഹോംസ് വിളക്കുയർത്തി ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, മുകളിൽ കൂടി അത്ര എളുപ്പം കടക്കാനൊക്കുകയില്ല. താഴെ നിന്നും അങ്ങനെ തന്നെ. മിസ്റ്റർ മെരിവദർ കയ്യിലിരുന്ന വടി നിലത്തടിച്ചിട്ട് പറഞ്ഞു. അയ്യോ, ഇവിടം പൊള്ളയാണെന്ന് തോന്നുന്നല്ലോ. കുറെ കൂടി ശബ്ദം താഴ്ത്തി സംസാരിക്കൂ, ഗൗരവസ്വരത്തിൽ ഹോംസ് പറഞ്ഞു. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലുമുണ്ട്, ഹോംസ് അഭിപ്രായപ്പെട്ടു. നല്ലവനായ പണ്ടംപണയക്കാരൻ ഉറക്കമായല്ലാതെ അവർക്കൊന്നും ചെയ്യാനാവില്ല. അത് കഴിഞ്ഞാൽ 1 നിമിഷം പോലും താമസിക്കുകയില്ല. എത്ര നേരത്തെ പണി കഴിയുന്നുവോ അത്രയും അധികം രക്ഷപ്പെടാനുള്ള സമയവും കിട്ടും.
ഡോക്ടർ, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ നാം ഇപ്പോൾ ലണ്ടനിലെ ഒരു പ്രധാനപ്പെട്ട ബാങ്കിൻ്റെ സിറ്റി ബ്രാഞ്ചിലെ പണം സൂക്ഷിക്കുന്ന അറയ്ക്കുള്ളിലാണ്. മിസ്റ്റർ മെരിവദറാണ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ. ഈ അറയിൽ ലണ്ടനിലെ ഏറ്റവും കുപ്രസിദ്ധരായ ക്രിമിനൽ പുള്ളികൾ ഇപ്പോൾ ശ്രദ്ധ പതിപ്പിക്കാനുള്ള കാരണമെന്തെന്ന് അദ്ദേഹം പറയും. ഫ്രഞ്ച് സ്വർണമാണ് കാരണം, ഡയറക്ടർ മന്ത്രിച്ചു. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നേക്കുമെന്ന് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. ഫ്രഞ്ച് സ്വർണമോ? അതെ. 2-3 മാസം മുമ്പ് ബാങ്ക് ഓഫ് ഫ്രാൻസിൽ നിന്ന് 30,000 പവൻ കടം വാങ്ങി. ഇതുവരെ പെട്ടി പൊട്ടിക്കാതെ വച്ചിരിക്കുകയാണ്. ഇതാ, ഓരോ പെട്ടിയിലും 2,000 പവൻ്റെ നാണയങ്ങൾ വീതമുണ്ട്. ഒരു ബ്രാഞ്ചിൽ ഇത്രയധികം സൂക്ഷിക്കാറ് പതിവില്ല. ഇതിനെക്കുറിച്ച് ഡയറക്ടർമാർക്കിടയിൽ തന്നെ സംശയങ്ങളുണ്ടായിരുന്നു. സംശയങ്ങൾ സാധുവാണ്, ഹോംസ് പറഞ്ഞു. നമുക്ക് നമ്മുടെ ചെറിയ പദ്ധതി തയ്യാറാക്കാം. 1 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ അന്ത്യം കാണാമെന്ന് തോന്നുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് പിടികൂടപ്പെടുന്നതെങ്കിലും അവർ നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിച്ചേക്കും. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കണം. ഞാൻ ഈ പെട്ടിക്ക് പുറകിൽ മറഞ്ഞു നിൽക്കാം. നിങ്ങൾ അതിന് പിന്നിൽ നിൽക്കൂ. ഞാൻ വിളക്കു തെളിയിക്കുമ്പോൾ പെട്ടെന്ന് അവരെ വളയണം. ഡോക്ടർ വാട്സൺ, അവർ വെടിവെക്കാൻ ഒരുമ്പിടുകയാണെങ്കിൽ നിറയൊഴിച്ചേക്കൂ. ഒട്ടും മടിക്കണ്ട. ഞാൻ റിവോൾവർ തയ്യാറാക്കി പെട്ടിയുടെ പിന്നിൽ പതുങ്ങിയിരുന്നു. ഹോംസ് മന്ത്രിച്ചു. അവർക്ക് പിന്തിരിഞ്ഞോടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സാക്സ്കോർപ്പ് ജംഗ്ഷനിലെ വീട്ടിലൂടെ മാത്രം. ജോൺസ്, അവിടെ ഞാൻ പറഞ്ഞ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു ഇൻസ്പെക്ടറും 3 പോലീസുകാരും മുൻവാതിലിൽ കാവലുണ്ട്. എന്നാൽ എല്ലാ മാർഗങ്ങളും അടച്ചു കഴിഞ്ഞു. ഇനി നിശബ്ദമായി കാത്തിരിക്കാം. പെട്ടിക്ക് മുകളിലൂടെ അറയുടെ നിലം എനിക്ക് കാണാം. പെട്ടെന്ന് ഒരു പ്രകാശനാളം അവിടെ ദൃശ്യമായി. ആദ്യം അത് വിളർത്ത ഒരു തരി വെട്ടം മാത്രമായിരുന്നു. പിന്നെ നീണ്ടു ഒരു മഞ്ഞരേഖയായി. അതാ, ഒരു മുന്നറിയിപ്പും കൂടാതെ നിശബ്ദമായി ഒരു വിടവ് പ്രത്യക്ഷപ്പെട്ടു. പൊട്ടിയിളകുന്ന ശബ്ദത്തോടെ ഒരു പരന്ന കല്ല് മുകളിലേക്ക് മറിഞ്ഞു. ചതുരാകൃതിയിലുള്ള ഒരു വിടവുണ്ടായി. അതിൽ വിളക്കിൻ്റെ പ്രകാശം. അടുത്ത നിമിഷം ഒരു ബാലൻ്റേതുപോലുള്ള ഒരു മുഖം ചുറ്റുപാടും സൂക്ഷിച്ചു നോക്കി. കൈകൾ ചുറ്റുമുള്ള കല്ലുകളിൽ ഊന്നി അതുയർന്നു. തോളുവരെ, അരവരെ, പിന്നെ കാൽമുട്ടുകളിൽ ഉറപ്പിച്ച് ശരീരം മുഴുവൻ മുകളിലായി എണീറ്റു നിന്നു. അയാൾ തൻ്റെ കൂട്ടുകാരനെ പിടിച്ചുകയറ്റി. അയാളെപ്പോലെ തന്നെ മെലിഞ്ഞ കുറിയ ഒരു മനുഷ്യൻ, വിളറിയ മുഖം, ചെമ്പൻ തലമുടി. ഷെർലക് ഹോംസ് ചാടി വീണ് അയാളുടെ കോളറിൽ പിടികൂടി. അപരൻ വിടവിലൂടെ താഴെ ചാടി. ജോൺസണ് അയാളുടെ ഉടുപ്പിലെ പിടികിട്ടിയുള്ളൂ. വെളിച്ചം ഒരു റിവോൾവറിൻ്റെ കുഴയിൽ പതിച്ചു. ഹോംസിൻ്റെ കയ്യിലിരുന്ന വടി അയാളുടെ മടിബന്ധത്തിൽ ആഞ്ഞു വീണു. റിവോൾവർ കരിങ്കൽ തറയിൽ തെറിച്ചു വീണു. രക്ഷയില്ല ജോൺ ക്ലേ, ഹോംസ് പറഞ്ഞു. തനിക്കിനി രക്ഷയില്ല. ഞങ്ങൾ ഓരോരുത്തരെയും നോക്കി തലകുനിച്ച ശേഷം അയാൾ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറോടൊപ്പം പോയി. അറയിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ മിസ്റ്റർ മെരിവദർ പറഞ്ഞു, മിസ്റ്റർ ഹോംസ്, താങ്കളോട് ബാങ്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ബാങ്ക് കൊള്ളക്കാരുടെ ചരിത്രത്തിൽ വളരെ ഭീകരമായ ഒരു കവർച്ചയാണ് താങ്കൾ പരാജയപ്പെടുത്തിയത്. ഹോംസ് പറഞ്ഞു. എനിക്ക് ജോൺ ക്ലേയുമായി ചില ഇടപാടുകൾ തീർക്കാനുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ എനിക്കുണ്ടായ ചില്ലറ ചെലവുകൾ ബാങ്ക് തന്നാൽ മാത്രം മതി. അതിനപ്പുറം അനന്യമായ ഈ അനുഭവവും ചെമ്പൻ തലമ്പടിക്കാരുടെ സംഘത്തെപ്പറ്റിയുള്ള രസകരമായ കഥയും കൂടിയായല്ലോ. അതുതന്നെ ധാരാളം. ബേക്കർ സ്ട്രീറ്റിൽ വെളുപ്പാൻ കാലത്ത് ഒരു ഗ്ലാസ് വിസ്കിയും സോഡയുടെയും മുമ്പിലിരുന്നപ്പോൾ ഹോംസ് പറഞ്ഞു, സംഘത്തെപ്പറ്റിയുള്ള വിചിത്രമായ പരസ്യവും എൻസൈക്ലോപീഡിയ പകർത്തിയെഴുത്തിൻ്റെ കാര്യവും കേട്ടപ്പോൾ തന്നെ ഇത് നമ്മുടെ മന്ദബുദ്ധിയായ പണ്ടം പണയക്കാരനെ തന്ത്രപൂർവ്വം അകറ്റാനുള്ള ഒരടവാണെന്ന് വ്യക്തമായിരുന്നു. തൻ്റെ കൂട്ടുകാരൻ്റെ മുടിയുടെ നിറം കണ്ടാണ് ക്ലേയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉദിച്ചത്. ആഴ്ചയിൽ 4 പവൻ ശമ്പളം അയാളെ ആകർഷിക്കാനുള്ള വിദ്യ മാത്രം. അവർ പരസ്യം ചെയ്തു. ഒരുവൻ തൽക്കാലം ഓഫീസ് മാനേജരായി. അപരൻ അപേക്ഷ അയക്കാൻ പ്രേരണ ചെലുത്തി. അയാളുടെ ബിസിനസ് വളരെ ചെറിയ തോതിലാണ്. വീട്ടിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ വളരെയൊന്നുമില്ല. ഇത്രയൊക്കെ വിപുലമായ പണച്ചെലവുള്ള ഏർപ്പാടുകൾക്ക് അവിടെ ന്യായീകരണമില്ല. അപ്പോൾ വീട്ടിന് പുറത്തുള്ള എന്തെങ്കിലും ആയിരിക്കണം ലക്ഷ്യം. അതെന്തായിരിക്കും? അസിസ്റ്റന്റിൻ്റെ ഫോട്ടോഭ്രമവും
ഇടയ്ക്കിടെ നിലവറയിലേക്കുള്ള പോക്കും ഓർത്തു നോക്കൂ. അവിടെയാണ് രഹസ്യത്തിൻ്റെ താക്കോൽ. അപ്പോൾ ഞാൻ ഈ അസാധാരണ സഹായിയെക്കുറിച്ച് അന്വേഷിച്ചു. ലണ്ടനിലെ ഏറ്റവും സാഹസികനായ ക്രിമിനൽ പുള്ളിയോടാണ് ഏറ്റുമുട്ടുന്നതെന്ന് മനസ്സിലായി. നിലവറയിൽ അയാൾ എന്തോ ചെയ്യുന്നുണ്ട്. മണിക്കൂറുകൾ അവിടെ ചെലവഴിക്കുന്നു. അതെന്താകാം? വേറെ ഏതോ കെട്ടിടത്തിലേക്കുള്ള തുരങ്കമല്ലാതെ മറ്റൊന്നുമായിരിക്കാനിടയില്ല. സ്ഥലം സന്ദർശിക്കുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പിടികിട്ടി. ഫുട്പാത്തിൽ വടികൊണ്ടടിച്ചു നോക്കിയത് നിങ്ങൾ കണ്ടതാണല്ലോ. തുരങ്കം മുമ്പിലോ പിറകിലോ എന്നറിയാനാണ് അങ്ങനെ ചെയ്തത്. എന്തിനാണ് തുരങ്കമുണ്ടാക്കുന്നതെന്ന പ്രശ്നം അവശേഷിച്ചിരുന്നു. തെരുവിൻ്റെ അപ്പുറത്ത് വീടിനോട് ചേർന്ന് സബർമൻ ആൻഡ് സിറ്റി ബാങ്കിൻ്റെ കെട്ടിടം കണ്ടപ്പോൾ പ്രശ്നം പരിഹൃതമായി. ഇന്നു രാത്രി തന്നെ അവർ മോഷണശ്രമം നടത്തുമെന്ന് എങ്ങനെ അറിഞ്ഞു? അവർ സംഘം ഓഫീസ് അടച്ചുപൂട്ടി. അതിൻ്റെ അർത്ഥം മേലിൽ ജാബേസ് വിൽസൺ വീട്ടിലുണ്ടായിരുന്നാൽ കുഴപ്പമില്ലെന്നല്ലേ? അഥവാ അവർ തുരങ്കം പൂർത്തിയാക്കിയെന്നർത്ഥം. ഇനി സ്വർണ്ണ നാണയങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് കാര്യം നടത്തണമല്ലോ. ശനിയാഴ്ചയാണ് ഏറ്റവും നല്ല ദിവസം. രക്ഷപ്പെടാൻ 2 ദിവസത്തോളം കിട്ടും. ഇതെല്ലാം ഓർത്താണ് ഇന്നു തന്നെ വരുമെന്ന് ഞാൻ കണക്കുകൂട്ടിയത്. നിങ്ങളുടെ യുക്തി അത്ഭുതകരമാവണ്ണം ശരിയായിരിക്കുന്നു, ഞാൻ പറഞ്ഞു. കോട്ടുവ വിട്ടുകൊണ്ട് ഹോംസ് പറഞ്ഞു. സാധാരണ സംഭവങ്ങളിലെ വിരസതകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് എൻ്റെ ജീവിതം. ഇത്തരം ചെറിയ പ്രശ്നങ്ങൾ എന്നെ അതിന് സഹായിക്കുന്നു. താങ്കൾ മാനവരാശിക്ക് വലിയ ഉപകാരമാണ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു. അദ്ദേഹം തലകുലുക്കി അത് ശരിവെച്ചു.